ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു റിവ്യൂ റേഞ്ചർ. അങ്ങനെ കേരള ഫിലിം അവാർഡ്സ് പ്രഖ്യാപിച്ചിരിക്കുകയാണ്. അതായത് 2024 ഏറ്റവും മികച്ച സിനിമ, ഏറ്റവും മികച്ച നടൻ, നടി, അതൊക്കെ ആരാണെന്ന് ഇപ്പോൾ പുറത്ത് വന്നിരിക്കുകയാണ്. കേരളത്തിലുള്ള ഒട്ടനവധി ആൾക്കാർ പ്രതീക്ഷിച്ചതുപോലെ തന്നെ ആടുജീവിതമാണ് ഏറ്റവും കൂടുതൽ മേജറായിട്ടുള്ള അവാർഡ്സൊക്കെ തൂത്തുവാരി അങ്ങ് എടുത്തത് എന്ന് നമുക്ക് നോക്കിയാൽ മനസ്സിലാവും. അതായത് മികച്ച സംവിധായകൻ, മികച്ച നടൻ, അതായത് വാസ്തവത്തിന് ശേഷം എൻ്റെ അറിവ് ശരിയാണെങ്കിൽ എനിക്ക് തോന്നുന്നു പൃഥ്വിരാജിന് വാസ്തവത്തിന് ശേഷം ഇപ്പോഴാണ് മികച്ച നടന് വേണ്ടിയിട്ടുള്ള ഒരു അവാർഡ് കിട്ടുന്നത്, കേരള സ്റ്റേറ്റ് ഫിലിം അവാർഡ്. അതായത് അത്രയും വെൽ ഡിസേർവിങ് ആണെന്ന് നമുക്ക് പറയാൻ പറ്റും. കാരണം അത്രത്തോളം പുള്ളി ആ സിനിമയ്ക്ക് വേണ്ടിയിട്ട് ഡെഡിക്കേറ്റ് ചെയ്ത് വർക്ക് ചെയ്തിട്ടുണ്ട്. ആ സിനിമ പേഴ്സണലി കണ്ട സമയത്ത് എനിക്കൊരു 100% സാറ്റിസ്ഫാക്ഷൻ അതിൻ്റെ ഡയറക്ഷൻ വൈസ് കിട്ടിയ ഒരു സിനിമയല്ല. പക്ഷേ ആക്ടിങ് വൈസ് പൃഥ്വിരാജിൻ്റെ കപ്പാസിറ്റിയുടെ ഏറ്റവും കൂടുതൽ ഇട്ടിട്ടുണ്ട്. 100% ഡെലിവർ ചെയ്തിട്ടുണ്ട് പുള്ളി എന്നുള്ള കാര്യം ആ സിനിമ കണ്ടപ്പോൾ എനിക്കും തോന്നിയിട്ടുള്ളൊരു സംഭവം തന്നെയാണ്. അതുപോലെ ആടുജീവിതത്തെ മേക്കപ്പ് ചെയ്ത മേക്കപ്പ് കാറ്റഗറിയിൽ ജയിച്ചിട്ടുണ്ട് അവാർഡ്. അതും ഭയങ്കര വെൽ ഡിസേർവിങ് ആണ്. കാരണം പൃഥ്വിരാജിൻ്റെ ആ ഒരു ട്രാൻസ്ഫോർമേഷൻ, അതുപോലെ തന്നെ ഗോകുലിൻ്റെ ആ ഒരു ട്രാൻസ്ഫോർമേഷനൊക്കെ കാണിച്ചത് ഭയങ്കര റിയലിസ്റ്റിക് ആയിരുന്നു. കണ്ടാൽ തന്നെ നമുക്ക് അങ്ങനെ ഒരു പെട്ട ഒരാളാണോ എന്ന് തോന്നുന്ന രീതിയിലാണ് മേക്കപ്പ് ചെയ്തിരിക്കുന്നത്. അതുപോലെ ഗോകുൽ KRന് സ്പെഷ്യൽ ജൂറി പരാമർശം കിട്ടിയിട്ടുണ്ട്. അതുപോലെ തന്നെ വേറെ നമ്മളെല്ലാവരും ആഗ്രഹിച്ചിരുന്ന ഒരു അവാർഡാണ് ഊർവശിക്ക് ഉള്ളൊഴുക്കിൽ അവാർഡ്. അത് എനിക്ക് തോന്നുകയാണെങ്കിൽ ഓൾമോസ്റ്റ് ആൾക്കാരൊക്കെ പ്രെഡിക്റ്റ് ചെയ്തതാണ്. കാരണം ഊർവശി ചെയ്ത് വെച്ച ആ ഒരു കഥാപാത്രം എന്ന് പറഞ്ഞാൽ ബെഞ്ച് മാർക്കായിട്ടുള്ള രീതിയിലാണ് ഈ ഊർവശി ആ ഒരു സിനിമയിൽ പെർഫോം ചെയ്തിരിക്കുന്നത്. അതായത് നമുക്ക് അത്രയും ആ ഒരു വിഷമാവും ആ സിനിമ ഒരു കണ്ടു കഴിയുമ്പോൾ. ഒരിക്കലും അത്രയും ഒരു ഡീപ്പായിട്ടുള്ള ഇമോഷൻസൊക്കെ നമ്മുടെ ഉള്ളിലോട്ടേക്ക് വന്ന് കയറും. ആ ഒരു വെള്ളം കയറി മുങ്ങുന്നത് പോലെ അത്രയും ഒരു വലിയ രീതിയിലാണ് ഊർവശി അതിൽ പെർഫോം ചെയ്തിരിക്കുന്നത്. ഊർവശി നമുക്ക് എല്ലാവർക്കും അറിയാം, അബ്സല്യൂട്ട്ലി ഗ്രേറ്റ് ആർട്ടിസ്റ്റാണ്. അത്രയും കഥാപാത്രങ്ങൾ മലയാളത്തിൽ സംഭാവന ചെയ്തിട്ടുള്ള, ആർക്കും തൊടാൻ വരെ പറ്റാത്ത രീതിയിൽ ചെയ്തു വെച്ചിട്ടുള്ള ആ ഒരു ഊർവശി ഇന്നും ഇത്രയും കാലത്തിന് ശേഷം ഇങ്ങനെ ഒരു സിനിമ ഫുൾ ഓൺ ലെങ്ത്തിൽ ഇത്രയും ഒരു ക്ലാസിക് സിനിമ കിട്ടിയപ്പോൾ അത്രയും ഭയങ്കരമായിട്ട് പെർഫോം ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ മികച്ച ചിത്രമായിട്ട് വന്നിരിക്കുന്നത് കാതൽ ദ കോറാണ്. ഒരു സംഭവം എന്താണെന്ന് വെച്ചാൽ എല്ലാം നല്ല സിനിമകൾക്കാണ് കിട്ടിയിരിക്കുന്നത്. അതായത് ഇതിലും മികച്ച ചിത്രം ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഓരോ ആൾക്കാർക്കും ചിലപ്പോൾ ഓരോ അഭിപ്രായവും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. ഓരോ ആൾക്കാർ ആ ഒരു വിഷയത്തെ വിലയിരുത്തുന്ന പോലെയൊക്കെ ആയിരിക്കും അവർക്ക് മികച്ച സിനിമയായിട്ട് തോന്നുക. പക്ഷേ കാതൽ ഈസ് ഡെഫിനറ്റ്ലി എ ഗുഡ് മൂവി. കാരണം മമ്മൂട്ടി അതുപോലുള്ളൊരു സബ്ജക്റ്റ് എടുത്ത് അങ്ങനെ വരിക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ആരും പ്രതീക്ഷിക്കുന്നില്ല. അങ്ങനെ ഒരു കാറ്റഗറി ഈ ഒരു ഏജിൽ മമ്മൂക്ക അങ്ങനെയൊക്കെ വന്നിട്ട് ചെയ്യുമോ എന്നിങ്ങനൊരു സംഭവമൊക്കെ എടുത്തിട്ട് ഇത്രയും സെൻസിറ്റീവ് ആയിട്ടുള്ളൊരു സബ്ജക്റ്റൊക്കെ എടുത്തിട്ട്. അപ്പോൾ ജിയോ ബേബിയുടെ വേറൊരു സിനിമയ്ക്ക് വീണ്ടും ഇത് കിട്ടിയിരിക്കുകയാണ് സ്റ്റേറ്റ് അവാർഡ്സ്. അതുപോലെ തന്നെ രണ്ടാമത്തെ മികച്ച ചിത്രമായിട്ട് കിട്ടിയിരിക്കുന്നത് ഇരട്ടയാണ്. എനിക്ക് തോന്നുന്നു ഇരട്ട കണ്ടത് നെറ്റ്ഫ്ലിക്സിലായിരുന്നു എന്നാണ് തോന്നുന്നത്. പക്ഷെ കണ്ടപ്പോൾ അബ്സല്യൂട്ട്ലി സ്റ്റണ്ണിങ് ആയിട്ട് തന്നെ ആദ്യം തൊട്ട് അവസാനം വരെ ഷോക്ക് ചെയ്യിപ്പിച്ചൊരു കൈൻഡ് ഓഫ് സിനിമയായിരുന്നു ഇരട്ട. പിന്നീട് ഞാനിതിൻ്റെ റിവ്യൂ ചെയ്ത സമയത്ത് ആരൊക്കെയോ പറഞ്ഞു കേട്ടതായിട്ട് തോന്നിയത് ഇത് ഏതോ കൊറിയൻ സിനിമയുടെ ഒരു അഡാപ്റ്റേഷനായിട്ട് വന്നതാണെന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു. എനിക്കതിന് വ്യക്തമായിട്ട് അറിയില്ല. അത് അറിയുന്ന ആൾക്കാരുണ്ടെങ്കിൽ കമൻറ്റ് ഡൗൺ ബിലോ. ഇരട്ട ഈസ് ഓൾസോ എൻ അമേസിങ് വർക്ക് ഓഫ് ആർട്ട്. അതിനുശേഷം ഈ പൂക്കാലം എന്ന് പറഞ്ഞ സംഭവം ഹോട്ട്സ്റ്റാറിൽ കണ്ടതായിരുന്നു, OTTയിൽ. അപ്പം ആ സിനിമ ആസ് എ സിനിമ അത് പലതും ലാക്കിംഗ് ആയിട്ട് തോന്നിയിട്ടുണ്ടായിരുന്നു. പക്ഷേ അതിൻ്റെ മേക്കിംഗ് സ്റ്റൈല്, അതിൽ ഓരോ കഥാപാത്രങ്ങൾക്കും കൊടുത്തിട്ടിരിക്കുന്ന ഒരു ക്യാരക്ടർ ഡെഫിനിഷൻ, അതായത് വിജയരാഘവൻ എന്ന് പറഞ്ഞാൽ അത്രയും ബ്രില്യൻ്റ് ആക്ടറാണ് നമുക്കറിയാം. വിജയരാഘവൻ ആ ഒരു ക്യാരക്ടർ കൊണ്ടുപോയത് ആ ഒരു 90 വയസ്സുള്ള ഒരാളായിട്ട്, അത്രയും ഭയങ്കരമായിട്ട് 90 വയസ്സുള്ള ഒരാളെ മലയാള സിനിമയിൽ ആരും പെർഫോം ചെയ്തിട്ടുണ്ട് എന്ന് എനിക്ക് തോന്നുന്നില്ല. അത്രയും ഗംഭീരമായിട്ടാണ് വിജയരാഘവൻ അത് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇതൊക്കെയാണ് എനിക്ക് ഈ ഒരു സ്റ്റേറ്റ് ഫിലിം അവാർഡ്സിനെ കുറിച്ച് പറയാൻ തോന്നുന്നത്. ഇതൊക്കെയാണ് ഞാൻ പേഴ്സണലി കണ്ടിട്ടുള്ള സിനിമകളായതുകൊണ്ടാണ് ഈ അവാർഡ്സിനെ കൊണ്ടുള്ള അഭിപ്രായം പറഞ്ഞത്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യൂ. വിൽ കം വിത്ത് അനദർ വീഡിയോ നെക്സ്റ്റ് ടൈം. ടേക്ക് കെയർ, ബൈ ബൈ.